നെക്സ്റ്റ് സെക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡബിൾ ഇൻ്റഗ്രൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില പ്രോബ്ലംസ് ഡബിൾ ഇൻ്റഗ്രൽ കാണാൻ പറയുന്ന സമയത്ത് ചില പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി നമുക്ക് ആ ഇൻ്റഗ്രൽസ് സോൾവ് ചെയ്തെടുക്കാനായിരിക്കും എളുപ്പം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇവിടെ എഫ് ജി ആൻഡ് എഫ് ഹാവ് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ജെ ഓഫ് യു വി. നമ്മളൊരു പുതിയ ടേമാണ് ജെ ഓഫ് യു വി. അവിടെ ജാക്കോബിയൻ എന്നാണ് അതിൻ്റെ പേര്. അത് ഡിഫൈൻ ചെയ്യും നമ്മൾ. ഈസ് എ സീറോ ഓൺലി അറ്റ് ദ ഐസൊലേറ്റഡ് പോയിൻറ്റ്. ഇഫ് അറ്റ് ആൾ then double integral over r f of x comma y dx dy is equal to double integral over g f of g of u v comma h of u v into modulus of Jacobian of u v into du dv. Okay, where the factor j of u v is known as the Jacobian of the coordinate transformation. Okay, ഒന്നുമില്ല, നമുക്കൊരു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ കോമ ഡി എക്സ് ഇൻറ്റു ഡി വൈ കണ്ടുപിടിക്കാനായിരുന്നു. അപ്പം നമ്മൾ എക്സിന് ജി ഓഫ് യു വി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനും വൈന് എച്ച് ഓഫ് യു വി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റഗ്രലായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് പുതിയൊരു ടേം നമ്മൾ ജെ ഓഫ് യു വി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറയുന്ന പേരാണ് ജാക്കോബിയൻ. ജാക്കോബിയൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ചിലപ്പോൾ ഡിഫൈൻ ജാക്കോബിയൻ എന്നുള്ള തരത്തിലൊക്കെ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിവിടെ ജാക്കോബിയൻ ഓഫ് യു വി എന്ന് പറയുന്നത് ഡോ ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡോ ഓഫ് യു കോമ വി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു, ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വി, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു ആൻഡ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി മൈനസ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു ഇൻറ്റു ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ജാക്കോബിയൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ചില പ്രോബ്ലംസിലൊക്കെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലേക്കിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നമ്മൾ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ജാക്കോബിയൻ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ ജാക്കോബിയൻ ജെ ഓഫ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു ഡോ എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡോ ആർ കോമ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ആർ ആൻഡ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ ആർ, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് അല്ലേ. ഇനി അതായത് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. സോ നമുക്ക് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് തീറ്റ എന്ന് വരും. ദെൻ ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ആർ ഇൻറ്റു പിന്നെ കോസ് തീറ്റേനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇവിടെ മൈനസ് ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞത്. സിമിലർലി നമുക്ക് വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, ആർ സൈൻ തീറ്റ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആർ സൈൻ തീറ്റേനെ നമ്മളിനി വിത്ത് റെസ്പെക്ട് ടു വൈയിലും വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. കോസ് തീറ്റ ഇൻറ്റു ആർ കോസ് തീറ്റ എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് വരും, ആർ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ. മൈനസ് ഇനി ബാക്കി എന്തുകൊണ്ട് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ആർ സൈൻ തീറ്റ. അപ്പോൾ മൈനസ് കൂടി എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ആർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, പ്ലസ് ആർ സൈൻ സ്ക്വയർ തീറ്റ, ആർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. രണ്ടിലൊരു ആറ് കോമൺ ആണ്. സോ ആറ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും അല്ലേ. ഇപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്താ, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അല്ലേ, 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ആർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ
അതായിരുന്നു ജാക്കോബിയൻ ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടി? ആർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് കൊമ വൈ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് ആർ തീറ്റ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ഇൻറ്റു ജാക്കോബിയൻ ഓഫ് ആർ തീറ്റ ഡി ആർ ഡി തീറ്റ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ജാക്കോബിയൻ ഓഫ് ആർ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? ആർ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ആർ ഡി തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയാണ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ രണ്ട് റിസൾട്ട് നമ്മൾ മുന്നേ ഇതും നമ്മൾ ഇതേമാതിരി മുന്നേ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂഷനും കൂടി നമ്മൾ പഠിക്കണം. ഇവിടെ നമ്മൾ പുതിയൊരു ടേം എന്ന് പറയുന്നത് ജാക്കോബിയൻ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത് വെർ ആർ ഈസ് ദ സെമി സർക്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ കർവ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഇ പവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ടേമൊക്കെ കാണുകയാണെങ്കിൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ടേം കാണുകയാണെങ്കിൽ നമ്മൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനെ പോളാർ കോർഡിനേറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് പറയുന്നതും വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പറയുന്ന രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിന് മുന്നേ ഇനി നമുക്ക് എന്ത് ചെയ്യണം? റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ, നമ്മുടെ ഇവിടെ ആർ എന്ന് പറയുന്ന റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ നമുക്ക് വരയ്ക്കണം. സോ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെമി സർക്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസ് ആൻഡ് ദ കർവ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് എക്സിന് 1 വാല്യൂ കൊടുക്കുമ്പോൾ വൈ എന്താ കിട്ടുന്നത്, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താ, എക്സിന് 2, അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പം ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരികയാണ്. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. സോ ഞാൻ അതിന് ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഞാൻ ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് റീജിയൻ എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷനാണ് അല്ലേ. ഇപ്പോൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആർ ഈസ് എ സെമി സർക്കിൾ ആണ് അല്ലേ. സെമി സർക്കുലർ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസുമായിട്ടാണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സെമി സർക്കുലർ റീജിയൻ ആണ് നമുക്ക് വേണ്ടി ബൗണ്ടഡ് ബൈ ദ കർവ്. ഈ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് വൈ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് ഈ ഒരു അപ്പർ ഹാഫ് പോർഷനാണ് ഈ ഒരു സെമി സർക്കിളിൻ്റെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റീജിയൻ ഓഫ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ആക്കിയിട്ട് നമ്മൾ വരഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ വരഞ്ഞിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തീറ്റ ആർ എവിടുന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യണു, അതുമാതിരി തന്നെ തീറ്റ എവിടുന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യണം എന്ന് നോക്കണം. ഓക്കെ, ഇപ്പം നമ്മളൊരു ലൈൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ചൂസ് ചെയ്യുകയാണ്. ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇങ്ങനെ ഒരു എവിടെ നിന്ന് 0-യിൽ നിന്ന് തുടങ്ങുന്ന ലൈനല്ല, നമ്മൾ പോളാർ കോർഡിനേറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റേ ആണ് വരയ്ക്കാൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു റേനെ ഞാൻ ഇനീഷ്യലി ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇവിടെ കൊടുന്നു വെച്ചു. ഈ റേനെ എവിടുന്ന് മുതൽ എവിടം വരെ മൂവ് ചെയ്താലാണ് നമുക്കിത് എൻറ്റയർ റീജിയൻ കവർ ചെയ്യാൻ പറ്റുക. അതായത് ഈ റേ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊടുന്ന് എൻറ്റയർ എന്താ പറയുക റീജിയൻ കവർ ചെയ്യണമെങ്കിൽ ആ റേ ഏത് ആംഗിൾ മുതൽ ഏത് ആംഗിൾ വരെ മൂവ് ചെയ്യണം എന്ന് നോക്കണം അല്ലേ. അപ്പോൾ എവിടുന്ന് മുതൽ എവിടുന്ന് വരെ മൂവ് ചെയ്യണം? തീറ്റാസ് ഈക്വൽ ടു 0 ടു പൈ വരെ നമുക്ക് മൂവ് ചെയ്യിക്കണം. ഈ റേ മൂവ് ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് കവർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ്
ലിമിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റേ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്? ഈ റേ എന്ന് പറയുന്നത് നമുക്കിവിടെ r = 0 എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇനി ഈ റേ എന്ന് പറയുന്ന ഈ റീജിയനെ കട്ട് ചെയ്ത് പോകുന്നത് എവിടെയാണ് എന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താണ് y അതായത് y √1 - x² എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ വൈക്ക് പകരം നമ്മൾ r cos θ എന്ന് കൊടുത്തിട്ട് വൈക്ക് പകരം y √1 - x² എന്നായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഒന്നുകൂടി ഇതിനെ അറേഞ്ച് ചെയ്താൽ y² നമുക്ക് എന്ത് വരും 1 - x² വിച്ച് ഇംപ്ലൈസ് ദാറ്റ് x² + y² 1 അല്ലേ. ഇപ്പം എക്സിന് r cos θ കൊടുക്കുമ്പോൾ നമുക്ക് r² cos² θ + r² sin² θ = 1 എന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ r² കോമൺ ആയതുകൊണ്ട് r പുറത്തേക്ക് എടുത്തു. ദെൻ cos² θ + sin² θ വിച്ച് = 1 എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ cos² θ + sin² θ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമുക്ക് 1 ആണ്. സോ നമുക്ക് എന്ത് പറയാം? r² = 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് r = 1 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ r എവിടുന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് r = 1 ഇവിടെ r = 0. സോ ആറിൻ്റെ ലിമിറ്റ് എവിടുന്ന് മുതൽ എവിടം വരെ? 0 to 1 വരെയാണ് വേരി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? e⁻x² + y² ഇതുകൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ x² + y²നെ നമ്മൾ എന്ത് ചെയ്യാണ്? r cos θയും r sin θയും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? r² cos² θ + r² sin² θ വരും. r² കോമൺ ആണ്, r² പുറത്തെടുത്ത് cos² θ + sin² θ വരും. സോ എന്ത് വരും? 1 വരും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് r² എന്ന് വരും. e⁻r² എന്നായിട്ട് അത് മാറും. ആൻഡ് dy dx = r dr dθ ആണ് അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ ഇക്വേഷൻ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് dx dy = r dr dθ. ഓക്കെ, അതിൽ നിന്നാണ് നമ്മളിവിടെ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r e⁻x² + y² dy dx വിച്ച് = നമ്മൾ ആദ്യം ആറിൻ്റെ ലിമിറ്റാണ് എഴുതുന്നത്. സോ ഉള്ളിൽ ഇൻ്റഗ്രൽ 0 to 1 e⁻r² × r dr എന്ന് വരും. ദെൻ ഇൻ്റഗ്രൽ 0 to π dθ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിതിവിടെ ഫസ്റ്റ് നമ്മൾ എന്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ 0 to 1 e⁻r² × r dr എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇൻ്റഗ്രൽ 0 to 1 e⁻r² × r dr എന്ന് നമുക്ക് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ u = r² എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ du / dr = നമുക്ക് എന്ത് വരും? 2r എന്ന് വരും. സോ നമുക്ക് du = 2r dr എന്ന് വരും. സോ നമുക്ക് ഈ ഒരു 2നെ കൂടി കൊണ്ടുവരുമ്പോൾ 1/2 × du = നമുക്ക് r dr എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറും? വിച്ച് = ഇൻ്റഗ്രൽ 0 to 1 e⁻r² പകരം നമ്മൾ u എന്ന് കൊടുത്തിരുന്നു. r dr എന്നുള്ളതിന് നമ്മൾ എന്താ ഇവിടെ കൊടുക്കേണ്ടത്? 1/2 du അല്ലേ. 1/2 du എന്ന് കൊടുക്കും. സോ 1/2 കോമൺ ആണ്. സോ 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 e⁻u × du എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻ്റഗ്രൽ e⁻u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻u തന്നെ അല്ലേ. ഇപ്പോൾ 1/2 × e⁻u വിത്തിൻ ദ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? 0 to 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ u = r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ 0 to 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റും ചേഞ്ച് ചെയ്യണം അല്ലേ. അതായത് r = 0 ആകുമ്പോൾ u = 0 ആവും, r = 1 ആകുമ്പോഴും u = 1 ആവും. അവിടെ വലിയ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ 0 to 1. സോ ഇതെന്തായിട്ട് മാറും? 1/2 × e⁻1 - e⁻0 എന്ന് വരും അല്ലേ. വിച്ച് = നമുക്ക് എന്ത് വരും? 1/2 × e - 1 എന്ന് വരും. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ 0 to 1 e⁻r² ഇൻറ്റു ആർ ഡി ആർ എന്ന് പറയുന്നത് 1/2 e−1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇൻ്റഗ്രൽ 0 to 1 e⁻r² ആർ ഡി ആർ എന്നുള്ളതിനെ നമുക്ക് എന്ത് കിട്ടി? അതായത് ഇപ്പം നമുക്കിങ്ങനെയായിരുന്നു നമ്മുടെ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽ 0 to π 1/2 ഇൻറ്റു e−1 ഡി തീറ്റ എന്ന് പറയും. ഇവിടെ ഇനി നോക്കിയാൽ നമ്മുടെ ഈ 1/2 ഇൻറ്റു e−1 എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അതിൽ തീറ്റേൻ്റെ ടേം ഒന്നുമില്ല. ഇപ്പം നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. സോ 1/2 ഇൻറ്റു e−1 ഇൻ്റഗ്രൽ 0 to π ഡി തീറ്റ എന്ന് വരും അല്ലേ? ഇപ്പം ഇൻ്റഗ്രൽ 0 to വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് 1/2 ഇൻറ്റു e−1 ദെൻ ഇൻ്റഗ്രൽ ഡി തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to π എന്ന് പറയുന്നത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 ഇൻറ്റു e−1 ഇൻറ്റു π−0 എന്ന് നമുക്ക് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു e−1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇൻ്റഗ്രലിൽ കിട്ടിയത്. π/2 ഇൻറ്റു e−1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r e⁻x² + y² ആയിരുന്നു. സോ നമ്മൾ ഈ x² + y² ടേംസ് എപ്പോഴും കാണുമ്പോൾ നമ്മൾ r sin θ എന്നും x r sin θ എന്നും y r cos θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തിരിഞ്ഞു പോയി. x r cos θയും y r sin θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഒരു പ്രോബ്ലം ഇതേമാതിരി തന്നെയാണ്. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r xy ഇൻറ്റു x² + y² ഓൾ പവർ 3/2 ഇൻറ്റു dx dy എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് r എന്ന് പറയുന്നത് ഈസ് ദ റീജിയൻ in the first quadrant bounded by the quarter circle x² + y² is equal to 1 എന്ന് പറയും. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷനാണ് വരഞ്ഞു വയ്ക്കുക അല്ലേ? ഇപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? x² + y² is equal to 1 എന്ന് പറയുന്ന സർക്കിളിലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ബൗണ്ടഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ആണ് നമ്മുടെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇപ്പം ഞാൻ x² + y² is equal to 1 എന്ന് പറയുന്ന ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിലുള്ള ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന റീജിയൻ പറയുമ്പോൾ എന്താ? ഇപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ എന്ത് പറയുന്നത്? റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അത്രയും വരച്ച് വെച്ചു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെയും ഈ x² y² ഒക്കെ ടേം കാണാനുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് x r cos θ എന്ന് പറയുന്ന y r sin θ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അല്ലേ? അപ്പോൾ ഈ ഒരു ടേമിന് എന്തായിട്ട് മാറും നോക്കാം. x y എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? r cos θ ഇൻറ്റു r sin θ ദെൻ x² + y² ഓൾ പവർ 3/2 എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ x² + y² പറയുമ്പോൾ നമ്മൾ r² cos² θ പ്ലസ് r² sin² θ ഓൾ പവർ 3/2 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ r ഇൻറ്റു r എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? r² sin θ cos θ വരും. ഇവിടെ r² കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ cos² θ പ്ലസ് sin² θ ഇപ്പോൾ 1 വരും അല്ലേ? അപ്പോൾ r² ഓൾ പവർ നമുക്ക് എന്ത് വരും? 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടത്തെ എല്ലാം വിച്ച് സിംപ്ലൈസ് ദാറ്റ് r² sin θ cos θ ഇൻറ്റു നമുക്ക് എങ്ങനെയായിരിക്കും? r² ഇൻറ്റു 3/2 എന്ന് പറയും. സോ ഇതൊന്നും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റു r³ എന്ന് വരും. r³ ഇൻറ്റു r² ചെയ്യുമ്പോൾ നമുക്ക് r⁵ sin θ cos θ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുള്ളത്? xy ഇൻറ്റു x² + y² ഓൾ പവർ 3/2 is equal to r⁵ ഇൻറ്റു sin θ cos θ എന്ന് നമുക്ക് അതിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഡി എക്സ് ഡി വൈ നമുക്ക് എന്താ അറിയാൻ പറ്റും, ആർ ഡി തീറ്റ എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിലുള്ളതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതി വെച്ചു. ഇനി നമുക്ക് എന്തുകൂടിയും കണ്ടുപിടിക്കണം, അതായത് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. ലിമിറ്റ്സ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഏതിൻ്റെയൊക്കെ, തീറ്റേൻ്റെ ലിമിറ്റ്സും ആറിൻ്റെ ലിമിറ്റ്സും കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള റീജിയനാണ്. ഞാനൊരു ഇനീഷ്യൽ റേ ഇവിടെ കൊടുന്ന് വെച്ചു. ഈ ഇനീഷ്യൽ റേനെ എവിടുന്ന് മുതൽ എവിടം വരെ മൂവ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എൻ്റെയർ ആർ എന്ന് പറയുന്നത് കവർ ചെയ്യാൻ പറ്റുക നോക്കുക അല്ലേ. അപ്പോൾ ഇനീഷ്യൽ റേ എന്ന് പറയുന്നത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം ടു എവിടം വരെ മൂവ് ചെയ്യിപ്പിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് വരുമ്പോഴേക്കും നമുക്ക് എത്ര ആംഗിൾ ആയിരിക്കണം, π/2 ആംഗിൾ വരെ ആ റേനെ റൊട്ടേറ്റ് ചെയ്യണം. സോ നമുക്ക് ആ ഒരു റേ എവിടുന്ന് മുതൽ എവിടം വരെയാണ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എൻ്റയർ റീജിയൻ കവർ ചെയ്യാൻ പറ്റുക. 0 to π/2 വരെ റൊട്ടേറ്റ് ചെയ്താലാണ് ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അത്രയും കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ആറിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. 6 എന്ന് പറയുമ്പോൾ ഈ റേ എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ് സ്റ്റാർട്ട് ചെയ്തത്, 0 മുതൽ. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇക്വേഷൻ, ഈ ഒരു കർവിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു, x² + y² = 1. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ നേരത്തെ പ്രോബ്ലത്തിൽ ആറിൻ്റെ ലിമിറ്റ് കണ്ടുപിടിച്ച അതേമാതിരി തന്നെ എവിടെയും കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിന് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ r² = 1 വരും. സോ r = 1 വരും. സോ നമുക്ക് ആറിൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ് വാരി ചെയ്യുന്നത്, 0 to 1 വരെയാണ് നമുക്ക് ആറിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നതും ചേഞ്ച് ചെയ്യുന്നത് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇൻ്റഗ്രേഷൻ നോക്കാം. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ∬R xy × x² + y² (3/2) × dx dy which is equal to (0 to π/2 × (0 to 1) r⁵ × sin θ cos θ r dr dθ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു r⁵ ഉണ്ട്, ഇവിടെ ഒരു r ഉണ്ട്. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, r⁶ എന്ന് വരും. സോ അതെന്തായിട്ട് മാറും, (0 to 1) r⁶ × sin θ cos θ × dr എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ തീറ്റേൻ്റെ നമ്മൾ ആറിൽ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ടേം എന്ന് പറയുന്നത് ഇതിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, sin θ × cos θ which is equal to (0 to 1) r⁶ × dr എന്ന് വരും. ഇൻറ്റു ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, sin θ cos θ r⁷ divided by 7 വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു sin θ cos θ ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/7 - 0 എന്ന് വരും അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1/7 × sin θ cos θ എന്ന് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/7 കോൺസ്റ്റൻ്റ് ആണ്. 1/7 (0 to π/2) ഇൻറ്റു നമുക്ക് എന്ത് വരും, sin θ cos θ dθ എന്ന് പറയും. ഇനി നമുക്ക് ഇതാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയുന്ന ഒരു റിസൾട്ടാണ് 2 sin θ cos θ ഈസ് ഈക്വൽ ടു sin 2θ ഉള്ള ഒരു ട്രിഗണോമെട്രി റിസൾട്ട് നമുക്കറിയണം. എന്താണ്, 2 sin θ cos θ is equal to 2 sin θ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, sin θ × cos θ ഈസ് ഈക്വൽ ടു sin 2θ divided by 2 എന്ന് നമുക്ക് കിട്ടും. എന്താ കിട്ടുക, sin 2θ divided by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, 1/7 × (0 to π/2) × sin 2θ divided by 2 എന്ന് പറയും. ഓക്കെ, ഇനി ഈ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, 7 × 2 14 വരും. സോ 1/14 × (0 to π/2) sin 2θ എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, 1/14 × (0 to π/2) sin 2θ × dθ. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/14 sin 2θ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -cos 2θ divided by ഒരു 2 വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to π/2 എന്ന് നമുക്ക് വരും.
ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ π/2 കൊടുക്കുക. സോ കോസ് 2 ഇൻറ്റു π/2 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ആംഗിൾ 2 ഇൻറ്റു π/2 എന്നാണ് വരിക. സോ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്തിട്ട് കോസ് π എന്ന് വരും. കോസ് πൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ദെൻ മൈനസ് കോസ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടുന്നതാണ് -1/2 -1/2 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1/14 ഇൻറ്റു 1/2 മൈനസ് മൈനസ് കൂടി എന്ത് വരും? +1/2 എന്ന് വരും. സോ നമുക്ക് എന്ത് വരും? 1/14 ഇൻറ്റു 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/14. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/14. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യുന്നത്. നമുക്കത് അറിയില്ല, നമ്മളെന്നാലും ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്ത് പോവും. അവിടെ dx ഇൻറ്റു dx ഈസ് ഇക്വൽ ടു r dθ എന്ന് പറയുന്നത് ജാക്കോബിയനോ r θ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് r കിട്ടുന്നതാണ്. ഇപ്പം നമ്മളത് എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ എന്ത് ചെയ്യുകയാണ്? സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്.